മുൻ അംബാസഡർ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ TP ശ്രീനിവാസൻ ചേരുന്നുണ്ട്. ഒപ്പം അഫ്സൽ, അദ്ദേഹം ഇറാനിൽ നിന്ന് എത്തിയ മലപ്പുറം സ്വദേശിയാണ്. ആദ്യം ശ്രീ TP ശ്രീനിവാസനിലേക്കാണ്. ശ്രീ TP ശ്രീനിവാസൻ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? 20 വർഷമായിട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇറാനെ അവരുടെ ആണവ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറ്റണം എന്നുള്ളത്. കാരണം NPT സൈൻ ചെയ്ത ഒരു രാജ്യം എന്ന നിലയിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് സമാധാനത്തിനായി ഈ ആണവ സയൻസ് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ അത് സമാധാനപരമായി കണക്കാക്കാൻ വേണ്ടി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആണ് ചേർന്നത്. റഷ്യ, അമേരിക്ക, ഫ്രാൻസ്, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനുമായി ഒരു കരാർ 2015 ഉണ്ടായി. അപ്പോൾ അത് 15 വർഷത്തേക്കെങ്കിലും അവരിത് നടപ്പാക്കുകയില്ല, അല്ലെങ്കിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുകയില്ല എന്ന കരാറിലുണ്ടായിരുന്നു. അത് അറ്റോമിക് എനർജി ഏജൻസി വെരിഫൈ ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം ഇത് 15 വർഷത്തേക്ക് പോരാ, ഇത് സ്ഥിരമായ ഒരു കരാറാണ്, ഇറാൻ ഒരു കാലത്തും ആണവായുധങ്ങൾ സൃഷ്ടിച്ചുകൂടാ എന്നുള്ള നിർബന്ധം പിടിച്ച് അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ അതിനുശേഷം ശ്രമങ്ങൾ പലതും നടന്നു. അമേരിക്കയുടെ അഭിപ്രായം ഇതൊരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്തത് മാറ്റും, ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് അവരുടെ ന്യൂക്ലിയർ മെറ്റീരിയൽ എല്ലാം മാറ്റും എന്ന് അന്നേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് തിരിച്ചു വന്നപ്പോഴാണ് ഇതെല്ലാം വീണ്ടും അത് നടത്തേണ്ടതാണ് എന്നുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെ ഇസ്രയേലിനെ കൊണ്ട് ഇറാനെ ബോംബ് ചെയ്യിച്ച് ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു, ടെസ്റ്റിംഗ് ഓഫ് വാട്ടേഴ്സ്, എവിടെയാണ് ഈ ന്യൂക്ലിയർ മെറ്റീരിയൽ ഉള്ളതെന്ന് പറഞ്ഞാലും അവരുടെ ശക്തി എത്രയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ഒരു യുദ്ധം തുടങ്ങിയത് ഇറാനുമായിട്ട്. അതൊരു അമേരിക്കൻ യുദ്ധം തന്നെയായിരുന്നു. അമേരിക്ക മുന്നിൽ വന്നില്ലെങ്കിൽ തന്നെയും അമേരിക്കയുടെ ആഗ്രഹമനുസരിച്ച്, ആശയങ്ങളനുസരിച്ചാണ് ഈ ബോംബിംഗ് ഒക്കെ നടന്നത്. അപ്പോൾ അത് നടക്കുന്നു, നല്ലതായിട്ട് ചെയ്യാം എന്നുള്ള ഒരു സ്ഥിതിയിലെത്തിയപ്പോഴാണ് അമേരിക്ക നേരിട്ട് ആ 3 ന്യൂക്ലിയർ സ്റ്റേഷൻസും ബോംബ് ചെയ്യുകയും അതിൽ നിന്ന് ഇനി ഒരിക്കലും ആണവായുധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് വേറൊന്നും ഇക്കാര്യത്തിൽ അജണ്ടയിൽ ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് മറ്റ് യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചത്. കാരണം ഇറാൻ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സ്റ്റേഷൻസിനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊരു വൈഡർ വാർ ആകുമോ, അതുപോലെ റഷ്യ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ എന്തായാലും കാര്യം സാധിച്ചു കഴിഞ്ഞല്ലോ, ഇനി ഈ യുദ്ധം വേണ്ട എന്ന് തീരുമാനിക്കുകയും 24 മണിക്കൂറിനകം യുദ്ധം തീരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആ ലക്ഷ്യം അത് പൂർത്തീകരിച്ചു അമേരിക്ക എന്നിപ്പോൾ കരുതാൻ കഴിയുമോ? ആ ലക്ഷ്യം പൂർത്തീകരിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇടപെടൽ നടത്തിയിട്ടുള്ളത്, മധ്യസ്ഥ ചർച്ചകൾക്കെന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇനിയും രാജ്യങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ ലക്ഷ്യം പൂർത്തീകരിച്ചു, ആ നിലയിൽ അവസാനിപ്പിക്കുന്നു, അങ്ങനെയാണോ കരുതേണ്ടത് ശ്രീ TP ശ്രീനിവാസൻ? അത് തന്നെയാണ്. അത് അമേരിക്കക്കാരുടെ അത് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഇസ്രയേലും ഇറാനുമായിട്ട് മറ്റ് അറബ് രാജ്യങ്ങളും ഇസ്രയേലുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായി പലതുമുണ്ട്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമായിരുന്നു ഉദ്ദേശം. അത് കൈവരിച്ചു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് വെരിഫൈ ചെയ്തിട്ടൊന്നുമില്ല. ഇറാൻ സമ്മതിച്ചിട്ടുമില്ല അവരുടെ ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന്, പ്ലൂട്ടോണിയമൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറയുന്നുമില്ല. പക്ഷെ എന്തായാലും ഇനിയും ഒരു കരാറിലേക്ക് നീങ്ങണം, അല്ലാതെ യുദ്ധത്തിൽ നീങ്ങിയിട്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും വേറെ വീണ്ടും ഇത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, അറ്റോമിക് എനർജി ഏജൻസിയുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം അംഗീകാരം വേണം. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു എഗ്രിമെന്റിലേക്ക് അത് ഒമാനിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യുദ്ധം ആരംഭിച്ചത്. കാരണം അമേരിക്കക്കാർക്ക് തോന്നി ഇറാൻ ഇതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ഇപ്പോൾ ഇറാൻ സമ്മതിച്ച മട്ടായതുകൊണ്ട് ഇനിയും ചർച്ചകൾ തുടരണം, അങ്ങനെയാണ് അത് അവസാനിക്കുക. അപ്പോൾ ആ ചർച്ചകൾ ചിലപ്പോൾ 6 കൊല്ലമോ 8 കൊല്ലമോ ഒക്കെ തുടർന്നുകൊണ്ടിരിക്കാം. ആ കാലഘട്ടത്തിൽ ഇറാന് പുതിയ ന്യൂക്ലിയർ വെപ്പൺസ് ഒന്നും ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. കാരണം അവരുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ തന്നെ ഒരു ആഗ്യമാണ്. മറ്റു പോളിറ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത് ഇറാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിക്കൂടാ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ ഒരു സാറ്റിസ്ഫാക്ഷൻ യുദ്ധം അവസാനിച്ചതിലും ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതിലും പൊതുവെ എല്ലാവർക്കും ആശ്വാസമാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങ് ദയവായി തുടരുക. ശ്രീ അഫ്സൽ കൂടിയുണ്ട്, ഇറാനിൽ നിന്നും മടങ്ങിയെത്തിയ മലപ്പുറം സ്വദേശിയാണ്. ശ്രീ അഫ്സൽ, അവിടുത്തെ സാഹചര്യം എന്തായിരുന്നു?
അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാല് അവിടെ ഉണ്ടായിരുന്ന അവസ്ഥകളൊന്നും ഓർക്കാൻ പോലും ആഗ്രഹിക്കാതിരിക്കുകയാണ്. പക്ഷെ കുറച്ചു മുമ്പ് ഇപ്പോ നല്ല കുറച്ച് ന്യൂസുകൾ വന്നിരുന്നു. അതിപ്പോ വീണ്ടും സാറിന്റെ ന്യൂസ് ഇത് തുടങ്ങിയപ്പോ തന്നെ അത് വീണ്ടും അവര് ലംഘിച്ചു എന്ന് പറയുന്നുള്ള ഒരു ന്യൂസും കേൾക്കാനിടയായി. എന്താണ് ഇതിന്റെ വാസ്തവം എന്നറിയില്ല. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റില്ല. കാരണം അവിടുത്തെ സിറ്റുവേഷൻ കഴിഞ്ഞുകൂടി വന്ന ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നമ്മൾ കണ്ണിൽ പലപ്പോഴും മുമ്പൊക്കെ നമ്മൾ ടി വിയിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടപ്പോഴുള്ളൊരു ആ ഒരു ഷോക്കിൽ ഇതുവരെ മാറാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഇപ്പോൾ ഈ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ, ആശുപത്രികൾ തകർക്കപ്പെട്ടു, ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അന്തരീക്ഷത്തിൽ എപ്പോഴും മിന്നൽ രൂപത്തിൽ മിസൈൽ വർഷമുണ്ടാകുന്നു, വലിയ സൈറൺ മുഴങ്ങുന്നു. എവിടെയായിരുന്നു അങ്ങ് താമസിച്ചിരുന്നത്? അവിടെ നിരവധി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. അവിടുത്തെ ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിരുന്നോ? അവിടുത്തെ അനുഭവം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാൻ അറ്റാക്ക് തുടങ്ങുന്ന ഫസ്റ്റ് സമയത്ത് ഞാൻ തെഹ്റാനിലായിരുന്നു ഉണ്ടായിരുന്നത്. തെഹ്റാൻ പാർസ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഭാഗത്ത് ഫസ്റ്റ് ഇത് അറ്റാക്ക് തുടങ്ങി രണ്ടാമത്തെ ദിവസം മുതൽ തന്നെ തെഹ്റാൻ ഭാഗത്തു നിന്ന് ആളുകളോട് മാറി പോവാൻ ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. ആ സമയത്തൊക്കെ തന്നെ 2 ദിവസം ഞങ്ങൾ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു, ഹോട്ടൽ റൂമിൽ തന്നെ ആയിരുന്നു. പിന്നെയാണ് അവിടുന്ന് യസ്ദിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയത്. ആ തെഹ്റാനിലെ ഹോട്ടൽ റൂമിൽ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ശബ്ദങ്ങളും കാര്യങ്ങളെല്ലാം കേട്ട് ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം ഏത് സമയത്താണ് താമസിക്കുന്ന ഹോട്ടലിൽ അറ്റാക്ക് സംഭവിക്കുക എന്നുള്ളൊരു വേവലാതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ മൂന്നാമത്തെ ദിവസം അവിടുന്ന് യസ്ദ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മൂവ് ചെയ്തത്. പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടെ നിന്നും അവിടുന്ന് അങ്ങോട്ട് വരുന്നതെല്ലാം ഞങ്ങൾക്ക് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, മിസൈൽ വർഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത്. അങ്ങനെ യസ്ദിലെത്തിയപ്പോൾ 4 ദിവസം കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും അവിടെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്റെ ഫോണില് അവിടുന്ന് അങ്ങനെ പിക്ചറോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവിടുത്തെ ഒരു സിറ്റുവേഷൻ വലിയൊരു കുഴപ്പമില്ലാതെ നിന്ന സമയത്തുള്ള വീഡിയോസ് എന്റെ ഫോണിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ബന്ദർബാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും കടൽ മാർഗം കടക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ബന്ദർബാസിലേക്ക് മൂവ് ചെയ്തത്. അവിടെ എത്തിയപ്പോഴും ആ ലാസ്റ്റ് ഉണ്ടായിരുന്ന അറ്റാക്കിൽ, ബന്ദർബാസിൽ ഉണ്ടായിരുന്ന അറ്റാക്കും ഞാൻ നേരിട്ട് കണ്ടൊരു ഇതായിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവിടെയുള്ള പോലീസുകാർ തന്നെയാണ് ഞങ്ങൾ അവിടുന്ന് ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഞങ്ങളെ മാറ്റിയത്. അവര് ഒരു കാറിൽ കയറ്റി വിട്ടിട്ട് അവിടെയുള്ള ആളുകളോട് പറഞ്ഞ് ഇവരെന്റെ സ്ഥലത്ത് കൊണ്ടിറക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ബന്ദർബാസിലെ സിറ്റിയില് ഒരു ഹോട്ടലിലേക്കാണ് ഞങ്ങളെ അവിടുന്ന് മാറ്റിയത്. അത് അവരവിടുന്ന് ഞങ്ങൾ മാറ്റിയത്. ആ സമയത്തൊക്കെ ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ മുകളിലൂടെ കാണുകയായിരുന്നു. ഇങ്ങനെ ഈ ഉള്ള അറ്റാക്ക് കണ്ടിട്ട് ഉള്ളൊരു ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും. അല്ലാതെ അവിടുത്തെ തദ്ദേശീയരായ ആളുകളുടെ അവസ്ഥ, ഇപ്പോൾ യുദ്ധം ഉണ്ടാകുന്ന എല്ലാ നാട്ടിലും അവിടുത്തെ സ്ത്രീകൾ, കുട്ടികൾ, അവരാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സ്ഫോടനം ഉണ്ടാകുമ്പോൾ കുട്ടികളെയും വാരിയെടുത്ത് പുറത്തേക്കോടുന്ന പിതാക്കന്മാരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നാണ്. ഒപ്പമോടുന്ന അമ്മമാർ, മറ്റ് ബന്ധുക്കൾ, അങ്ങനെ പലവിധ ദൃശ്യങ്ങൾ ലോകമാകെ പ്രചരിച്ചു. നമ്മുടെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്ന് നമ്മൾ ഉൾപ്പെടെ ആ ദൃശ്യങ്ങളൊക്കെ കാണിച്ചാണ്. ഭീതിതമായ സാഹചര്യമായിരുന്നു. അവിടുത്തെ തദ്ദേശീയരായ ആളുകളുടെ സ്ഥിതി എന്താണ്? ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധു എന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ത്യക്കാരെയും നമ്മുടെ സമീപ രാജ്യങ്ങളിലെയും അവിടെ അകപ്പെട്ടു പോയ ആളുകളെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയമായിരുന്നു. നിങ്ങൾ ആ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണോ തിരികെ നാട്ടിലേക്ക് എത്തിയത്? അവിടെ തദ്ദേശീയരായ ആളുകളുടെ സ്ഥിതി എങ്ങനെയാണ്? അവർ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നേരിട്ടത്? അത് ആലോചിക്കുമ്പോഴാണ് ഇപ്പൊ കുറച്ച് ദിവസം തന്നെ ഞാൻ അവിടെ നിന്നപ്പോൾ ഉണ്ടായ അനുഭവം വെച്ചിട്ട് എനിക്ക് അവരുടെ അവസ്ഥകളൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അവര് ഓരോ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അവര് ഈ പറഞ്ഞ പോലെ ബിൽഡിംഗിൽ നിന്നും അവരെ വീട്ടിൽ നിന്നൊക്കെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. കൂടുതലും തുറസായിട്ടുള്ള സ്ഥലത്തേക്കാണ് എല്ലാവരും ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇറങ്ങി നിൽക്കുന്നത്. എല്ലാവരും കരഞ്ഞുകൊണ്ട് എന്താ പറയാ, അവരെ മക്കളെ വാരി പുണർന്നിട്ട് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു കോലം അല്ലായിരുന്നു അത് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകൾ ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത് മറക്കാൻ പറ്റില്ല. കാരണം അവരെ ഈ സമയത്തൊക്കെ ഓർക്കുന്നു. കാരണം ഇങ്ങനോട് എത്താൻ പറ്റിയതിൽ തന്നെ ഞാൻ പിന്നെ ഇങ്ങോട്ട് എത്തിയത് വെച്ചാല് നമ്മൾ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് ഞങ്ങൾ അവരൊരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒന്നും കൂടി ഈ ബന്ദർബാസ് എന്ന് പറയുന്നത്, അത് യസ്ദ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് ഒന്നും കൂടി അടുത്തൊരു 10 മണിക്കൂർ യാത്ര ചെയ്താ എത്തുന്നത്. ഞങ്ങൾക്ക് കടൽ മാർഗം പോരാനായിരുന്നു ഞങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടുന്ന് പിന്നെ ഇവാക്വേഷൻ ഉണ്ടായിരുന്ന മസ്ദ് എയർപോർട്ടിൽ നിന്ന് ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു 16 മണിക്കൂർ കൂടി യാത്ര ചെയ്യണം. അപ്പൊ ഞങ്ങൾ ആ ഒരു ശ്രമത്തിന് നിൽക്കാതെ നേരെ കടൽ മാർഗം ഉള്ള ഇതിലേക്കാണ് ശ്രമം നടത്തിയത്. അതിനുള്ള ടിക്കറ്റും കാര്യങ്ങളെല്ലാം അവിടുത്തെ ഞങ്ങളുടെ സുഹൃത്താണ് എടുത്തു തന്ന് ഞങ്ങളെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ കടൽ മാർഗമാണ് ഞങ്ങൾ ഷാർജയിലേക്കാണ്
ഷാർജ പോർട്ടിലേക്കാണ് ഞങ്ങൾ എത്തിയത്. ഇന്നലെ ഞാൻ അവിടെ എത്തിയത് ഷാർജയിലായിരുന്നു. അവിടെ നിന്ന് ഇന്നലെ രാത്രി ഫ്ലൈറ്റിലാണ് കാലിക്കറ്റിൽ ഇറങ്ങിയത്. എംബസിയുടെ ഭാഗത്തുനിന്ന് ഉള്ളതിലല്ല വന്നത്. ഞങ്ങൾ പേഴ്സണലി ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. സ്വയം രക്ഷപ്പെട്ട് വരികയായിരുന്നു, ഈ ഓപ്പറേഷന്റെ ഭാഗമായി വന്നതല്ല, സ്വയം രക്ഷപ്പെട്ട് വരികയായിരുന്നു, നിങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു, അങ്ങനെയാണോ? തീർച്ചയായിട്ടും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. എംബസിയിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു. അവര് പറ്റുമെങ്കിൽ എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ടീമിന്റെ കൂടെ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ യാത്ര ഒന്നും കൂടി ഞങ്ങൾക്ക് ഈസി ആയിട്ടുണ്ടായിരുന്നു. ബന്ദ്രബാസിലേക്കായിരുന്നു, പോർട്ടിലേക്കുള്ള യാത്രയായിരുന്നു ഒന്നും കൂടി ഞങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു റൂട്ട് ഉണ്ടായിരുന്നത്. മറ്റുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു റൂട്ട് ആയതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുത്തത് ആ ഭാഗമായിരുന്നു. ആ സമയത്ത് മലയാളികളായിട്ടുള്ള കുറച്ച് കുട്ടികളെ ഞാൻ എപ്പോഴും കർമാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് MBBS പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിരുന്നത്. അവരെ ഞാൻ ഫോണിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു. അവിടുത്തെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അവിടെ ലോക്കലി വിളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ചില സമയത്ത്. അപ്പോൾ അവരെ ഈ എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അവരോട് പറഞ്ഞു. അവര് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതും അവരിന്ന് കാലിക്കറ്റിലേക്ക് കുറച്ച് ആളുകൾ എത്തുന്നുണ്ട്, കാലിക്കറ്റ് എയർപോർട്ടിലേക്ക്. ശരി ശ്രീ അഫ്സൽ. ശ്രീ TP ശ്രീനിവാസൻ, അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി വന്ന ആളായതുകൊണ്ടാണ് അവിടുത്തെ അനുഭവം കുറച്ച് നേരം വിശദീകരിക്കട്ടെ. കാരണം അവിടുത്തെ യുദ്ധത്തിൻ്റെ പ്രതിസന്ധി അത് എത്രത്തോളം വലുതായിരുന്നു, നമ്മുടെ ആളുകൾ അവിടെ അനുഭവിച്ച ബുദ്ധിമുട്ട് എത്രത്തോളം വലുതായിരുന്നു എന്നത് പ്രേക്ഷകർക്ക് കൂടി എല്ലാവർക്കും ഇപ്പോൾ വായിച്ചും നമ്മുടെ മാധ്യമങ്ങളിലൂടെയും ഒക്കെ വ്യക്തമായിട്ടുണ്ട്. എങ്കിലും അവിടെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറയട്ടെ എന്നതുകൊണ്ടാണ് കൂടുതൽ അദ്ദേഹത്തിലേക്ക് പോയത്. ശ്രീ TP ശ്രീനിവാസൻ, ഇറാൻ ഇനി സ്വീകരിക്കുന്ന നിലപാട് എന്താവും? ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്ത് ലോകമാകെ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒന്ന് ഇറാൻ്റെ ആണവ ഉൽപാദനവുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ. അവരെ ആണവ നിർമ്മാർജ്ജനം ചെയ്യുക, നിരായുധീകരണം നടത്തുക എന്തായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി ചർച്ചയിലുണ്ടായത്. പിന്നീട് കരാറിലേക്ക് വന്നു. അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ സർക്കാർ വന്നപ്പോൾ അതിൽ നിന്ന് പിന്മാറുന്നു. പിന്നീട് ഇറാനും സ്വയം പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു. ഇനി എന്താകും? ഈ സമാധാന ചർച്ചകളുടെ തുടർച്ച എങ്ങനെയായിരിക്കും? അതെ, ഇത് പരിഹരിക്കണമെങ്കിൽ സമാധാന ചർച്ചകൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇത് ടെറിട്ടറി പിടിക്കുന്ന യുദ്ധമല്ലല്ലോ. ഇത് ഇവരുടെ ആ വീര്യം, ആണവ വീര്യം തകർക്കുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് NPT ആണവ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിലുള്ള നിയമങ്ങളനുസരിച്ച് ഇറാൻ അവരുടെ പുഷ്ടീകരണം നടത്തുകയും സമാധാനത്തിനായി ഉപയോഗിക്കുകയൊക്കെ ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. അത് അറ്റോമിക് എനർജി ഏജൻസി അത് വെരിഫൈ ചെയ്യുകയും ചെയ്യും. പക്ഷേ അവർക്ക് ഇപ്പോഴും ഉള്ള ഒരു ആഗ്രഹം, അവർക്കൊരു ആണവ ആയുധം വേണം എന്നുള്ളതിനേക്കാൾ ഒരു ഡിറ്ററൻറ്റ്, അത് അവരെ മറ്റാരും ആക്രമിക്കരുത് ആണവായുധവും ഉപയോഗിച്ച്. നമുക്കുള്ളതുപോലെ ഇന്ത്യയുടെ ആണവായുധങ്ങൾ ഡിറ്ററൻ്റ് ആയിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത്, അതൊരു ആക്രമിക്കാനുള്ള ആയുധമായിട്ടല്ല. അപ്പോൾ അവർക്കും അതാണ് ആവശ്യം. പക്ഷേ അവർ അതിൽ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ അവർ NPT ഉള്ളത് കൊണ്ട് നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ കർക്കശമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്കത് ഡെറ്ററൻറ്റ് ബിൽഡ് ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ അവർ വീണ്ടും അതിനായി ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ എന്നാലും അതൊരു 6-7 കൊല്ലം കഴിയും. അത്രയും കാലഘട്ടത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇത് ഒരു അഗ്രിമെന്റിൽ എത്താതെ ഇതിൻ്റെ മുഴുവനായി പൂർത്തീകരിക്കാൻ സാധ്യമല്ല. അതാണ് ഇനി വേണ്ടത്. അത് വരും. കാരണം അവരുടെ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യണമല്ലോ. ഇറാൻ വലിയ കഷ്ടത്തിലാണ്, അവരുടെ സാമ്പത്തിക സ്ഥിതി. അപ്പോൾ ഈ യൂറോപ്യൻസും വെസ്റ്റേണേഴ്സും അമേരിക്കയും ഒക്കെ നടത്തുന്ന സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവരെന്തെങ്കിലും കൺസെഷൻ ചെയ്താലേ മതിയാവൂ. അതാണ് 2015 സംഭവിച്ചത്. ഇനി ഒന്നുകൂടി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇറാൻ മുഴുവനായിട്ട് ഇതിനെ ഇല്ലാതാക്കും എന്ന് എനിക്ക് വിശ്വാസമില്ല. അവർക്കൊരു ഡിറ്ററൻസ്, അവരെ ഉപരോധിക്കാൻ തരത്തിലുള്ള ഒരു ശക്തി അവർക്ക് വേണമെന്നാണ് അവരുടെ ആഗ്രഹം. അത് അവരെങ്ങനെ പെർസ്യൂ ചെയ്യും? ഈ പ്രസിഡന്റ് കഴിഞ്ഞാൽ വേറൊരു പ്രസിഡന്റിനോട് സംസാരിക്കും, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളൊന്നും ചേർന്ന് സംസാരിക്കും. അപ്പൊ അതാണ് ഒരു സൊല്യൂഷൻ. യുദ്ധം കൊണ്ട് യാതൊരു സൊല്യൂഷനും ഇല്ല. ഇപ്പൊ തൽക്കാലം അവരെ കുറച്ച് നാളത്തേക്ക് പുറകേക്ക് മാറ്റി, അവർക്ക് ഇനിയിപ്പോൾ പരിപാടി തുടങ്ങിയാൽ പോലും 10-15 വർഷത്തേക്കൊന്നും അവർക്ക് അണുവായുധമൊന്നും സൃഷ്ടിക്കാൻ കഴിയുകയില്ല. അതായിരുന്നു ഉദ്ദേശം. ആ ഉദ്ദേശം സഫലീകരിച്ചിരിക്കുന്നു. ഇനി ഭാവിയിൽ എന്ത് വരുന്നു എന്നുള്ളത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ഇസ്രായേലിൻ്റെ ആവശ്യങ്ങളും അതുപോലെ ഇറാൻ്റെ ആവശ്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവിടെ ഏത് തരത്തിലുള്ള ഗവൺമെൻറ് ആണോ ഉള്ളതെന്ന് കണക്കാക്കിയിട്ട്, അതാണ് ഈ റെഷീം ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറാനിലുള്ള നേതാക്കന്മാർ വളരെ ശക്തരാണ്, വളരെ മതപരമായിട്ടുമൊക്കെ ശക്തമായി യുണൈറ്റഡ് ആണ് എന്നൊക്കെ നമുക്കറിയാവുന്നേ ഉള്ളൂ. പക്ഷെ വേറൊരു റെഷീം, ഒരു ഡെമോക്രാറ്റിക് റെഷീം വരികയോ അല്ലെങ്കിൽ കുറെ കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള റെഷീം വരികയോ ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്കഷൻസ് കൂടുതൽ എളുപ്പമാകും. പക്ഷെ ഒരു ഡിസ്കഷനും ഒരു എഗ്രിമെന്റും മാത്രം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ.
ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നതാണ് സമാധാനത്തിന്റെ പാതയിൽ ചിന്തിക്കുന്ന എല്ലാവർക്കും വലിയ ആശ്വാസം നൽകുന്ന ഈ മണിക്കൂറിലെ വാർത്ത. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഇറാൻ കരാർ ലംഘിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഇസ്രായേൽ തിരിച്ചടിക്കുന്നു തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഈ മണിക്കൂറുകളിൽ സമാധാനം പുലരും, വളരെ വേഗത്തിൽ സമാധാന പാതയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശ്രീ TP ശ്രീനിവാസൻ, അംബാസഡർ, മുൻ വിദേശകാര്യ വിദഗ്ധൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ TP ശ്രീനിവാസൻ, ഇറാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭയചകിതരായി വീണ്ടും ആണവ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ദീർഘകാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്താണ്? പശ്ചിമേഷ്യയിലെ പ്രത്യേകിച്ചും, ഒപ്പം അമേരിക്ക എന്തുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയി ഇടപെടുന്നത്? ഇസ്രായേൽ എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത്? ഇങ്ങനെ ഈ പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്താണ്? ഈ പൊളിറ്റിക്കൽ കണ്ടീഷൻ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് സമാധാനം വരുമ്പോൾ? അതിന് സാധ്യതകളുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു എക്സിസ്റ്റൻസിന്റെ പ്രോബ്ലം. കാരണം അവർ പല യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിലെല്ലാം അവർ വിജയിച്ചെങ്കിൽ പോലും ഓരോ യുദ്ധവും അവരെ കൂടുതൽ കൂടുതൽ തളർത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഒരു സമാധാനത്തിന്റെ പാതയിലൂടെ അറബ് രാജ്യങ്ങളോട് സ്നേഹം സ്ഥാപിക്കാനും അതുപോലെ ബന്ധം സ്ഥാപിക്കാനും ഒക്കെ ശ്രമിച്ചത്. അതിൽ ധാരാളം രാജ്യങ്ങൾ ചേർന്നു. UAE ഉണ്ട്, അല്ലെ മൊറോക്കോ, അങ്ങനെ ഒരുപാട്. ആദ്യം ഈജിപ്റ്റാണ് പറഞ്ഞത്, സിറിയ, അങ്ങനെ പല രാജ്യങ്ങളും നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അടുത്ത് അതിന്റെ ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോൾ സൗദി അറേബ്യ കൂടി അത് ഒപ്പിടാൻ തയ്യാറാണ് എന്ന് വന്നപ്പോൾ അപ്പോഴാണ് ഇസ്രായേലിന് കൂടുതൽ പ്രശ്നങ്ങൾ തോന്നിയത്. കാരണം ഈ സൗദി അറേബ്യയും കൂടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഇസ്രായേലിനെ സഹായിക്കാനായിട്ട് ആരും, ഇസ്രായേലിന് ആരോടും യുദ്ധം ചെയ്യാൻ സാധ്യമാവില്ല. ഒരു സമാധാനപരമായ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കും. പക്ഷെ അത് അവർക്ക് ഗ്യാരണ്ടി ചെയ്യുമോ എന്ന് അറിയില്ലതാണ്. അവർക്ക് അറബ്സിന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലെങ്കിലും അവരുടെ അടുത്ത് കെമിക്കൽ വെപ്പൺസ് ഉണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊരു ഡിറ്ററൻസ് വേണം എന്ന് അവർ നിർബന്ധിക്കുന്നത്. അപ്പോൾ അത് ഈ കരാർ വഴി ലഭിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ആ കരാറുകൾ മുമ്പിലത്തെ കരാർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ വീണ്ടും പ്രശ്നം വരും. കാരണം അമേരിക്കയ്ക്ക് അറിയാം ഇസ്രായേലിന് ആണവായുധം ഉണ്ടെങ്കിൽ അവര് വളരെ ഒരു ഫോർമിഡബിൾ, വളരെ ശക്തമായ ഒരു രാജ്യമായി മാറും. അപ്പോൾ അവരുടെ ആധിപത്യം അറബ് രാജ്യങ്ങളിൽ മുഴുവൻ വരും. അതുകൊണ്ട് ഇസ്രായേലിന് കൂടുതൽ ക്ഷീണം ഉണ്ടാകും എന്നൊക്കെ അവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അറബ് യൂണിറ്റി മുഴുവനായിട്ട് വരിക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചോളം സാധിക്കുന്നതല്ല. പക്ഷേ മറ്റൊരു ഒരു പരിഹാരമുള്ളത് 2 states പോളിസി, 2 nations തിയറി ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ ആദ്യം ഐക്യരാഷ്ട്ര സംഘടന ഈ 2 രാഷ്ട്രങ്ങളെയും സൃഷ്ടിച്ചത്. ഇസ്രായേൽ ഒരു രാഷ്ട്രം, പാലസ്തീൻ ഒരു രാഷ്ട്രം. പാലസ്തീൻ ഒരു ശക്തമായ രാഷ്ട്രമായി മാറി, ഇസ്രായേൽ മാറി. പക്ഷെ പാലസ്തീൻ ഇപ്പോഴും അവരെല്ലാ രാജ്യത്തും നടക്കുകയും പല രാജ്യങ്ങളിലും അടിമകളായി താമസിക്കുകയൊക്കെയാണ്. അപ്പൊ രണ്ടാമത് പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിൽ വലിയ താല്പര്യമായിരുന്നു അറബ് രാജ്യങ്ങൾക്ക്. പക്ഷെ സൗദി അറേബ്യയും കൂടി അങ്ങോട്ട് ഇവരോട് കൂടുതൽ അടുക്കുകയാണെങ്കിൽ പാലസ്തീൻ എന്നുള്ള സ്വപ്നം നഷ്ടപ്പെടും എന്നാണ് പല അറബ് രാജ്യങ്ങളുടെയും വിശ്വാസം. അതുകൊണ്ടാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത്. കാരണം സൗദി അറേബ്യ കൂടെ അത് ഒപ്പിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഇസ്രായേലിനെ എതിരായിട്ട് യുദ്ധം ചെയ്യാൻ കഴിയുമായിരുന്നില്ല, സൗദി അറേബ്യ കൂടെ അതിന്റെ ഭാഗമാവുമ്പോൾ. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് അവർ ഈ ആക്രമണം നടത്തിയത്. അത് അങ്ങനെ അവരുടെ കാര്യം വിജയിച്ചു എന്ന് പറയാം. കാരണം ഇസ്രായേലിന്റെ ആവശ്യങ്ങളെ പറ്റിയൊക്കെ ലോകത്തിന് കൂടുതൽ ധാരണയുണ്ടായി. ഇസ്രായേൽ എന്തിനു വേണ്ടിയും യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്നുള്ള കഴിവ് അവിടെ പ്രദർശിക്കപ്പെട്ടു. അപ്പോൾ വീണ്ടും ഒരു പുതിയ സാഹചര്യത്തിലേക്കാണ് വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് പോകുന്നത്. ഈ ന്യൂക്ലിയർ വെപ്പണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ, ഒരു മ്യൂച്വൽ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് സ്റ്റേറ്റ് പാലസ്തീൻ വരികയാണെങ്കിൽ അങ്ങനെ മാത്രമാണ് അവസാനം ഇത് പരിഹരിക്കേണ്ടത്. പക്ഷെ തൽക്കാലം നമുക്ക് വേണ്ടത് ഇതിലൊരു കരാറാണ്. ഇന്ത്യ അമേരിക്കയോട് ചേർന്ന് നടത്തിയതുപോലെ, അല്ലെങ്കിൽ NPT ഒപ്പിടുക. അവരിപ്പോൾ NPT ഒപ്പിട്ടതാണ് ഇറാൻ. അപ്പോൾ NPTയുടെ നിയമങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് ലോകം മുഴുവൻ അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ഥിതി മാറണമെങ്കിൽ ഈ അന്യോന്യമുള്ള ഭയം മാറണം, പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാകണം. അങ്ങനെ വന്നാൽ സമാധാനമുള്ളത് എത്ര വർഷം, 100 വർഷം എടുക്കുമോ 200 വർഷം എടുക്കുമെന്ന് നമുക്കറിയില്ല. അതുവരെ ന്യൂക്ലിയർ വെപ്പൺ ഇല്ലെങ്കിൽ കുറേയൊക്കെ സമാധാനമായ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ശരി, ഏതായാലും അങ്ങനെ ഒറ്റ വാക്കിൽ തീർക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. എങ്കിലും സമാധാനത്തിലേക്ക് എത്തുന്നു, അത്തരമൊരു ചർച്ചയിലേക്ക് എത്തുന്നു, അത്തരമൊരു ധാരണയിലേക്ക് എത്തുന്നു എന്ന് വളരെ ആശ്വാസം നൽകുന്നതാണ് ലോകത്തിന്. പ്രത്യേകിച്ച് നമുക്കും വലിയ ആശ്വാസമാണ്. നമ്മുടെ നിരവധി പൗരന്മാർ ഈ രാജ്യങ്ങളിലെല്ലാം തൊഴിലെടുക്കുന്നവരാണ്.
അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമാധാന ചർച്ചകൾ എന്നതാണ്. നന്ദി ശ്രീ TP ശ്രീനിവാസൻ, താങ്കൾ ഇത്രയും സമയം ചെലവഴിച്ചതിന്, ഇത്രയും കാര്യങ്ങൾ വിശദമായി താങ്കളുടെ അനുഭവ പരിചയത്തിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരുമായി വിശദീകരിച്ചതിന്. ശ്രീ അഫ്സൽ, ഇറാനിൽ നിന്ന് താങ്കൾ മടങ്ങിയെത്തിയതാണല്ലോ. താങ്കൾ ഇറാനിലേക്ക് പോയത് എന്താവശ്യത്തിനായിരുന്നു? ഒരു ദീർഘകാലമായി അവിടെ തന്നെ ആയിരുന്നോ? താങ്കൾ ഈ യാത്രയിൽ ദീർഘമായി യാത്ര ചെയ്താണല്ലോ താങ്കൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ യാത്രയിൽ കണ്ട കാഴ്ചകൾ എത്രത്തോളം ഭയാനകമായിരുന്നു? അവിടുത്തെ രാത്രികളാണോ കൂടുതൽ ഭയപ്പെടുത്തിയത്? തീർച്ചയായിട്ടും ഞാൻ ദുബായ് ബേസ്ഡ് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ കമ്പനിയുടെ ഒരു ആവശ്യാർത്ഥാണ് ഞാൻ ഇറാനിൽ പോയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്, അതിന് മുമ്പത്തെ വർഷം പോയിട്ടുണ്ട്. ഇറാൻ എന്ന് പറയുമ്പോൾ ഒരു പേടിക്കുന്നൊരു രാഷ്ട്രം എന്നുള്ള ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ പോയപ്പോൾ പലരും, ഞാൻ അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോകുമ്പോഴൊക്കെ എന്നോട് ഭയത്തോട് കൂടിയിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും അവിടെ പോയപ്പോൾ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല, നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രാവശ്യം പോയത്. ഈ പ്രാവശ്യം പോയ ബിസിനസ് ആവശ്യം നടന്നെങ്കിൽ ഫസ്റ്റ് 1-2 മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് ഈ അറ്റാക്ക് ഉണ്ടായത്. അതുമുതൽ നമ്മൾ സത്യം പറഞ്ഞാൽ മാനസികമായിട്ടൊക്കെ തളർന്നു പോയി. അവിടുത്തെ ഒരു രക്ഷപ്പെട്ടു വന്ന യാത്രയുടെ അനുഭവം എന്ന് പറയുകയാണെങ്കിൽ, മുമ്പ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ രാത്രി മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ് അപ്പോൾ രാത്രി ഉറങ്ങാനൊന്നും പറ്റുന്നില്ല, നമ്മളത് പേടിച്ചിട്ട് ഉറക്കമൊന്നും വരുന്നില്ലായിരുന്നു. പിന്നെ അത് പയ്യെ പകൽ സമയം ഞാൻ ഇത് തുടങ്ങി 4-ാമത്തെ ദിവസമാണ് ഞാൻ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തേക്ക് പോയത്. ഇന്ത്യൻ എംബസിയുടെ അടുത്തേക്ക് പോയിട്ട് അവിടുന്ന് എങ്ങനെയെങ്കിലും നേരിട്ട് അവരെ കണ്ട് നമുക്കൊരു യാത്രയ്ക്കുള്ള സൗകര്യം എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരിട്ട് പോയപ്പോഴാണ് ഇന്ത്യൻ എംബസിയുടെ പഴയ ഓഫീസിന്റെ അടുത്തേക്ക് ഞാൻ ആദ്യം പോയത്. അവിടെ പുതിയ ലൊക്കേഷൻ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അവിടെ 100 മീറ്റർ അപ്പുറത്താണ് ഈ അറ്റാക്ക് ഉണ്ടായത്. അത് നേരിട്ട് കണ്ടപ്പോഴേക്കുള്ള, അത് പകൽ സമയം, എനിക്ക് തോന്നുന്നൊരു അവിടുത്തെ ലോക്കൽ സമയം 2 മണി സമയത്താണ് ഈ അറ്റാക്ക് ഉണ്ടായത്, ഒരു 100 മീറ്റർ അപ്പുറത്ത്. അപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഒന്നും ഇല്ലാതെയാണ് അറ്റാക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ ലാസ്റ്റ് പോയിരുന്ന സമയത്തൊക്കെ യാത്രയിൽ ഞങ്ങൾ യസ്ദിലേക്കുള്ള യാത്രയുടെ സമയത്തൊക്കെ മുകളിലൂടെ ഇത് മിസൈൽ പോകുന്നതൊക്കെ ഞങ്ങൾ നേരിട്ട് കാണാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും എത്രയും പെട്ടെന്ന് നല്ല വാർത്തകൾ വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നല്ല ന്യൂസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാം അറിഞ്ഞിട്ട് വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ലോകമാകെ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. സമാധാന പാതയിലേക്ക് എത്തട്ടെ ഇസ്രയേലും ഇറാനും, ഒപ്പം അമേരിക്കൻ ഇടപെടലും സമാധാനത്തിൻ്റെതായി മാറട്ടെ എന്നതാണ് ലോകമാകെ ആഗ്രഹിക്കുന്നത്. അഫ്സലിനെ പോലെ നിരവധി ആളുകൾ, പ്രവാസികൾ, ഇന്നലെയും പല ആളുകളും നമ്മുടെ ഓഫീസിലേക്ക് വ്യക്തിപരമായൊക്കെ വിളിച്ചിരുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം, GCC കൺട്രീസിലെ സാഹചര്യം എന്താവും, ഗൾഫ് മേഖലയിൽ നിന്ന് മടങ്ങി വരേണ്ടി വരുമോ തുടങ്ങിയ വലിയ ആശങ്കകളൊക്കെ ഉന്നയിച്ചുവെങ്കിൽ ഇപ്പോഴത്തെ സമാധാന എഗ്രിമെൻറ്റിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ശ്രീ TP ശ്രീനിവാസൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കുറച്ചു കാലത്തേക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്നതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്നതാണ്. വളരെ നന്ദി ശ്രീ അഫ്സൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ഇത്രയും കാര്യങ്ങൾ താങ്കളുടെ അനുഭവം വിശദീകരിച്ചതിന് പ്രേക്ഷകരുമായി.